ഞാനടി നിന്റെ ബംഗ്ലാവിൽ നാളെ ഗൃഹപ്രവേശമാണല്ലേ? അതിന് നിനക്കെന്ത് വേണം? എന്ത് വേണോന്നോ? എടി എല്ലാം നീ എടുത്തോ. എന്റെ കെട്ടുതാലിയിൽ കൈവച്ചാലുണ്ടല്ലോ ഞങ്ങൾ നിന്റെ വിവാഹം ചെയ്തടേ. വിവാഹം? നിന്നെ എത്ര പേര് വിവാഹം ചെയ്തെന്ന് എല്ലാവർക്കും അറിയാവടി. ആവാസത്തിനും പറയരുത്. എന്റെ ഭർത്താവെന്ന് പറയുന്നവൻ ആരുടെ കൂടെ പോയാലും തേവിടിച്ചായ നിന്റെ കൂടെ വരാൻ ഞാൻ സമ്മതിക്കില്ലടി. നിന്റെ ഗൃഹപ്രവേശം ഞാൻ കാണിച്ചു തരാടി. എന്റെ പിന്നാലെ പോലീസ് വരുന്നുണ്ട്. ദയവ് ഇതെല്ലാം കാണിച്ചു കൊടുത്തില്ല. പണം ശരിയായിട്ടില്ല. നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ ഇന്ന് രാത്രി നീ എനിക്കൊരു കാര്യം ചെയ്തിട്ടേ പോകാം. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. ആ സരള എന്നെ തേവിടിച്ചെന്ന് വിളിച്ചു. എന്നേക്കാൾ തേവിടിച്ച് അവളാണെന്ന് നീ കാണിച്ചു കൊടുക്കണം. അയാൾ വീട്ടിലെത്തുമ്പോ നീ അവളുടെ ബെഡ്റൂമിലായിരിക്കണം. നിന്നോട് ആരാ ഇവിടെ വരാൻ പറഞ്ഞേ? പോളി ഞാൻ മാത്രമാണ് ഇതിന് സാക്ഷി. ഞാൻ ആരാണെന്ന് നീ അറിയണ്ട. ഇത് പുറത്തറിയാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ നീ കേൾക്കണം. ഇത് ആരോടും പറയില്ലെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നാളെയല്ലേ സ്വപ്നയുടെ വീടിന്റെ ഗൃഹപ്രവേശം? അതെ. ഈ രാത്രിയിൽ ആരും അറിയാതെ ഈ ശവം ആ ബംഗ്ലാവിൽ നീ കെട്ടിത്തൂക്കണം. അങ്ങനെ ഞാനാണ് സരളയുടെ ശവം അവിടെ കെട്ടിത്തൂക്കിയത്. എന്റെ ഏച്ചി നടന്നോ? നീ എന്നോട് ചെയ്തു അല്ലേടാ?
സാർ 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 ഇന്നത്തെ പത്രം വായിച്ചോ? ഇനി കൊണ്ടുവന്നേ. നിങ്ങൾ വായിച്ചോ? അയ്യോ, എന്ത് പേപ്പറാ? ഹിന്ദു. ഇംഗ്ലീഷ്. ഞാൻ വായിക്കാറേ ഇല്ല. കേട്ടു. മിസ്റ്റർ കനകദാസ്, അയാൾക്കാരെങ്കിലും ശത്രുക്കളുള്ളതായി നിങ്ങൾക്കറിയാമോ? അയ്യോ, എനിക്കറിഞ്ഞൂടാ. ഇതൊരു അപകടം തന്നെയാണോന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലേ, ക്ഷമയ്ക്കൊക്കെ ഒരു അതിരില്ലേ മനുഷ്യനെ. വാട്ട് ഈസ് ഗുഡ് മോർണിംഗ് സർ. അയ്യേ, ഛേ. അംബുജം, എന്താ ഈ വേഷം? ഞാനല്പം മോഡേൺ ആയി. അംബുജ ഇതുവരെ എവിടെയായിരുന്നു? ഞാനൊരു ടൂറിലായിരുന്നു. കല്യാണം കഴിഞ്ഞാ പിന്നെ ഞാൻ ഒരു സ്ഥലത്തും വിടില്ല. കല്യാണം ഇന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഞങ്ങൾക്ക് കുന്നുംപുറത്തൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെ വെച്ച് മതി. അയ്യോ, ചേട്ടാ, ടൗണിൽ കല്യാണം കഴിക്കാൻ പോകുന്നു. ചേട്ടാ, ശ്വാസം കൊടുത്തേ. ഉപ്പുഞ്ഞാക്ക് ശ്വാസം ചരിഞ്ഞു. അംബുജം, ഞാന് മാറി. നമുക്ക് വൈകുന്നേരം കാണാം. അയ്യോ, എന്താ ഒരു സ്മെൽ.